ടീച്ചേഴ്സ് കഫേയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ക്രീമും കൊക്കോ പൗഡറും ഒന്നും ഇല്ലാത്തൊരു വെറൈറ്റി കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റുമാണ്. ക്രീം ഇല്ലാന്ന് കരുതി തന്നെ നമ്മൾ തന്നെ വീട്ടിൽ ക്രീം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം 4 മുട്ടയാണ് വേണ്ടത്. 4 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കാം. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിസ്കോ സ്പൂണോ എങ്ങനെയായാലും മതി, ഒരു കുഴപ്പമില്ല. ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. മുട്ട നന്നായിട്ട് പതഞ്ഞ് വരണം. മുട്ട അത്യാവശ്യം നന്നായിട്ട് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര പല സമയത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ആഡ് ചെയ്ത് കുറച്ചായിട്ടിട്ട് വേണം ആഡ് ചെയ്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നന്നായിട്ട് പതഞ്ഞ് വരണം. എന്നാൽ മാത്രമാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇങ്ങനെ വേണം. ഇത്ര നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല്, 1/4 കപ്പ് ഓയിൽ, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ വിനാഗിരി, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ബീറ്റ് ചെയ്യൊന്നും വേണ്ട. അതെല്ലാം എല്ലാ ഭാഗത്തേക്ക് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇതിലേക്ക് 2 പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡറിന് പകരം നമ്മൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്ര ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇത്രയാണുള്ളൂ. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം സൈഡിൽ നിന്നെല്ലാം ഇതിലേക്ക് ആക്കിയിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. എന്തെങ്കിലും കട്ട ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിൻ ഇല്ലാന്നുണ്ടെങ്കിൽ അടി കട്ടിയുള്ള ഏത് പാത്രമായാലും മതി, അത് കുഴപ്പമൊന്നുമില്ല. കേക്ക് റെഡിയാവും. നന്നായിട്ട് ഇങ്ങനെ വേണം കേക്കിൻ്റെ ബാറ്റർ വീഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കൺസിസ്റ്റൻസി ഉറപ്പുവരുത്താം. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലാണ് നമ്മൾ കേക്ക് വയ്ക്കാൻ പോകുന്നത്. ഒരു 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. വെന്തോന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും പിടിക്കണമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി. നെക്സ്റ്റ് നമ്മൾ ക്രീമിനുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് പാലിലേക്ക് 2.5 ടീസ്പൂൺ മൈദ ഇടാം. അതുപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒട്ടും കട്ട വരാത്ത രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി നമുക്ക് നേരെ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ കൂടി ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്. ഫുഡ് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. ചെറിയൊരു ടേസ്റ്റ് മഞ്ഞളിൻ്റെ ഉണ്ടാവുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി അത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. നല്ല കട്ടിക്ക് വരണം. ഈ പാലിൻ്റെ ഈ ഒരു ടെക്സ്ചർ മാറിയിട്ട് നല്ല കട്ടിയായിട്ട് വരണം. ഇതാണ് നമ്മൾ ക്രീമിന് പകരം ഉപയോഗിക്കുന്നത്. ഒട്ടും അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒട്ടും അടി പിടിക്കരുത്. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പം ഞാൻ ഇത് തണുക്കാൻ വയ്ക്കുന്ന നേരത്ത് കുറച്ചുകൂടി കളർ ആഡ് ചെയ്തതാണിത്. കുറച്ച് അടി പിടിച്ചതുകൊണ്ടാണ് ആ ബ്രൗൺ കളറായിട്ട് അതിലിരിക്കുന്നത്. ഒട്ടും അടി പിടിക്കാതെ വേണം നോക്കാൻ വേണ്ടിയിട്ട്. തണുത്ത് കഴിയുമ്പോൾ ഇത് ഇത്രയും കട്ടിക്ക് വരും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്താൽ നല്ല കളർ കിട്ടും. ഞാൻ കളർ കുറച്ചുകൂടി ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങിലേക്ക് കടക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയല്ലോ, സിമ്പിളാണ്. ഇതിലേക്ക് നമുക്ക് ഇത് ക്രീം തേച്ച് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ക്രീം പോലെ ലുക്ക് ഇല്ലാന്നുണ്ടെങ്കിലും
നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിന് ഒരു കുറവും തന്നെയില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്കങ്ങനെ ഒരുപാട് ലുക്ക് വേണമെന്നൊന്നുമില്ലല്ലോ, എന്നാലും അത്യാവശ്യം നല്ല ലുക്ക് തന്നെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ക്രീമൊന്നും ഇല്ലെങ്കിലും പെട്ടെന്നൊരു കേക്ക് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കേക്ക് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് ചോക്കോ സ്പ്രിങ്കിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിട്ടുന്നുള്ളൂ. കുറച്ച് ചോക്കോ സ്പ്രിങ്കിൾസും ഷുഗർ ബോൾസും ചെറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നല്ല രീതിക്ക് അത് ഭംഗിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി അതൊരു 12 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.